ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനെ, ആ യേശുവിന്റെ കരുതൽ എങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയും? ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റുന്ന പ്രഭാതത്തിൽ വചനം വായിക്കുമ്പോൾ എന്നെ തൊട്ട ഒരു ഭാഗമാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടല്ല. അധികാരത്തിന്റെ വാക്കു പറഞ്ഞവർ അടുത്ത നിമിഷം ചൂരച്ചെടിയുടെ തണലിൽ കീഴിലാണ്, കരുതി തോട്ടിന്റെ കരയിലാണ്. ദേശമൊക്കെയും ക്ഷാമം കൊണ്ട് അല്ലാതെ വേട്ടയാടുമ്പോൾ ദൈവിക വാഗ്ദത്തം പ്രാപിച്ചവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തനിക്ക് വേണ്ടത് നൽകാൻ ദൈവം ആക്കി വെച്ച ചില മണ്ഡലങ്ങളെ വായിക്കുവാനിട വന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ക്ഷാമകാലത്തും ക്ഷേമമായി എന്നെ പരിപാലിക്കുന്ന അനുവനാഥനെ കർത്താവ്. ചേർന്ന് രാമൻ പറഞ്ഞാട്ട് എത്ര പേർക്ക് അനുഭവമുണ്ട്? ക്ഷാമകാലത്തും ക്ഷേമമായി പരിപാലിക്കും, ക്ഷാമകാലത്തും ക്ഷേമമായി പരിപാലിക്കും, ക്ഷാമകാലത്തിൽ ക്ഷേമമായി പരിപാലിക്കും. ഓ, നമ്മളെ പരിപാലിക്കേണ്ടവർ പലരും നമ്മളെ മറന്നു പോകുമ്പോൾ, ഓ കരുതേണ്ടവർ പലരും മാറിപ്പോകുമ്പോൾ, ദൈവം നിന്നെ വിളിച്ചതായതുകൊണ്ട് നിനക്ക് വേണ്ടത് തക്ക സമയത്ത് നിന്റെ കരങ്ങളിൽ തല്ലാൻ ചില അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? അങ്ങനെ തിരിച്ചറിയുന്നവർ അവനമായിരിക്കാതെ ക്ഷേമമായി പോറ്റിടുന്ന ഉടയവൻ നമ്മുടെ കൂടെ നമുക്ക് ഒരു കുഴപ്പമില്ല. ചേർന്ന് രാമേ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാടുന്നത്, ക്ഷാമകാലത്തും എന്നെ ക്ഷേമമായി പോറ്റിടുന്ന. എത്ര പേർക്ക് നിറഞ്ഞ കണ്ണുകളോട് അങ്ങനെ പാടാൻ കഴിയും? കണ്ണുകളോടെ എത്ര പേർക്ക് അങ്ങനെ പാടാൻ കഴിയും? ക്ഷാമകാലത്തും ഒത്തിരി പ്രതികൂലങ്ങൾ വേട്ടയാടുവാൻ കഴിയും. എന്നാൽ അതിന് നടുവിലും അത്യുന്നതന്റെ വലിയ കരം നമ്മുടെ ജീവിതത്തിൽ വെച്ചടിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവിന്റെ കരം ചലിക്കുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവിന്റെ കരവിനെ മാറ്റാൻ കഴിയുമെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നു അരുമനാഥന്റെ കരവിനെ മാറ്റാൻ കഴിയും? അങ്ങനെ വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ നിർമ്മനസോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. അല്പനേരം നമ്മൾ കൈയൊന്നും അടിക്കാതെ ഉള്ളങ്ങളെന്ന് പകരാൻ. ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും?